ഞങ്ങൾ യാത്ര ആരംഭിക്കുമ്പോൾ മ്യൂണിക്കിൽ സൂര്യൻ തെളിഞ്ഞു പ്രകാശിക്കുകയായിരുന്നു. ഗ്രീഷ്മാദ്യത്തിലെ അന്തരീക്ഷമാകട്ടെ അതീവ പ്രസന്നവും ഹൃദ്യവുമായിരുന്നു താനും. ഞങ്ങളുടെ കുതിരവണ്ടി അനങ്ങവേ ഞാൻ താമസിച്ചിരുന്ന ക്വാർട്ടർ സെയ്സൺസ് ഹോട്ടലിൻ്റെ ഹെഡ് വെയ്റ്റർ ഡെൽബ്രക് നഗ്നശിരസ്കനായി ഓടിവന്ന് എനിക്ക് യാത്രാമംഗളങ്ങൾ ആശംസിച്ച ശേഷം കുതിരവണ്ടിക്കാരനോട് പറഞ്ഞു, ഇരുട്ട് വീഴുന്നതിനു മുൻപായി തിരിച്ചെത്തിക്കൊള്ളണമെന്ന് ഓർത്തുകൊള്ളുക. ഇപ്പോൾ അന്തരീക്ഷം പ്രസന്നമാണെന്നുള്ളത് ശരി തന്നെ. എന്നാൽ പൊടുന്നേനെ ഒരു ശീത കൊടുങ്കാറ്റുണ്ടാകാനുള്ള സാധ്യതകൾ ഒട്ടും തള്ളിക്കളഞ്ഞുകൂടാ. നിങ്ങൾ വൈകില്ലെന്ന് എനിക്കുറപ്പുണ്ട്. നേരിയ രീതിയിൽ പുഞ്ചിരിച്ചിട്ട് അദ്ദേഹം ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു, ഇന്നത്തെ രാത്രി ആരുടേതാണെന്ന് അറിയാമല്ലോ? അറിയാം സർ. കുതിരവണ്ടിക്കാരൻ ജൊഹാൻ തൻ്റെ തൊപ്പിയിൽ തടവിക്കൊണ്ട് ഭവ്യമായി മറുപടി പറഞ്ഞു. ഞങ്ങൾ പട്ടണത്തിന് പുറത്ത് കടന്നയുടനെ വണ്ടി നിർത്താൻ ആംഗ്യം കാണിച്ചുകൊണ്ട് ഞാൻ ജൊഹാനോട് ചോദിച്ചു, പറയൂ ജൊഹാൻ, ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്താണ്? തൻ്റെ മുഖത്തിന് നേരെ കുരിശു വരച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ അയാൾ മറുപടി പറഞ്ഞു, ഇന്ന് വാൾപുറുകിയുടെ രാത്രിയാണ് സർ. പിശാചുകൾ പുറത്തിറങ്ങുമെന്ന് വിശ്വസിക്കപ്പെടുന്ന മേദിനത്തലേന്ന്. അതിനുശേഷം അയാൾ ഒരു മധുരമുള്ളങ്കിയുടെ വലിപ്പമുള്ള തൻ്റെ പഴഞ്ചൻ ജർമ്മൻ സിൽവർ വാച്ച് പുറത്തെടുത്തു നോക്കി പുരികം ചുളിക്കുകയും തോൾ കുലുക്കി ഒട്ടൊരു അക്ഷമ പ്രകടിപ്പിക്കുകയും ചെയ്തു. ആവശ്യമില്ലാതെ കാലതാമസം വരുത്തുന്നതിൽ എന്നോടുള്ള പ്രതിഷേധം, ബഹുമാനം ഒട്ടും കൈവെടിയാതെ ജൊഹാൻ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നെ ഒട്ടും താമസിയാതെ യാത്ര തുടർന്നുകൊള്ളാൻ അനുമതി നൽകി. എന്നിട്ട് ഇരിപ്പിടത്തിൽ സുഖമായി ചാരിക്കിടക്കുകയും ചെയ്തു. നഷ്ടപ്പെട്ട സമയം കൂടി നികത്താനെന്ന വണ്ണം അയാൾ വണ്ടി അതിവേഗത്തിലോടിച്ചു. കുതിരകൾ കൂടെ കൂടെ തലശക്തിയായി കുതിരുകയും അന്തരീക്ഷത്തിൽ മൂക്കുചീറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ആകാംക്ഷപൂർവ്വം പുറത്തേക്ക് കണ്ണയച്ചു. തീർത്തും വിജനമായ നാട്ടുപാത, കാറ്റിൽ ആടിയുലഞ്ഞു നിൽക്കുന്ന ഒരുതരം പീഠഭൂമിയിലൂടെയായിരുന്നു ഞങ്ങളുടെ ഈ സായാഹ്ന സവാരി. കുറെ കൂടി മുൻപോട്ട് ചെന്നപ്പോൾ അപൂർവമായി മാത്രം ഉപയോഗിക്കുന്നതും ഒരു താഴ്വര ചുറ്റി പോകുന്നതുമായ ഒരു മലമ്പാത എൻ്റെ കണ്ണിൽ പെടുകയുണ്ടായി. ഏതൊരു സന്ദർശകനെയും ഹൃദയപൂർവ്വം മാടി വിളിക്കും വിധം മനോരഞ്ജകമായ കാഴ്ച കണ്ടയുടൻ ജൊഹാൻ അസഹിഷ്ണുവാകുവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വണ്ടി നിർത്താൻ ഞാൻ ആവശ്യപ്പെട്ടു. വണ്ടി നിന്നു കഴിഞ്ഞപ്പോൾ ആ വഴിയെ പോയാൽ കൊള്ളാമെന്നും ഞാൻ അയാളെ അറിയിച്ചു. പലവിധ ഒഴിവ് കഴിവുകളോട് കൂടിയ തീർത്തും നിരുത്സാഹജനകമായ ഒരു പ്രതികരണമാണ് അയാളിൽ നിന്നുണ്ടായത്. അതിനിടയിൽ ജൊഹാൻ കൂടെ കൂടെ ധ്യാനമഗ്നനായി കുരിശു വരയ്ക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ജിജ്ഞാസയെ പൂർവാധികം ഉജ്ജ്വലിപ്പിക്കുകയേ ചെയ്തുള്ളൂ. അതോടെ ഞാൻ അയാളെ ചോദ്യശരങ്ങൾ കൊണ്ട് പൊതിയുകയും ചെയ്തു. അയാളുടെ മറുപടികളാകട്ടെ മുമ്പത്തേക്കാൾ നിരുത്സാഹജനകവുമായിരുന്നു. ഒരു പ്രതിഷേധം എന്നോണം അയാൾ തെരുതെരെ തൻ്റെ വാച്ചിലേക്ക് നോക്കാനും തുടങ്ങി. അവസാനം ഞാൻ പറഞ്ഞു, ശരി ജൊഹാൻ, എനിക്ക് ഈ വഴി പോയേ തീരൂ. നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ കൂടെ വരണമെന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വൈമനസ്യം കാണിക്കുന്നതെന്ന് പറയൂ. അത്രയുമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. മറുപടി പറയാനായി അയാൾ ഇരിപ്പിടത്തിൽ നിന്നും ചാടിയിറങ്ങി. എന്നിട്ട് അഭ്യർത്ഥന ദ്യോതകമായി എൻ്റെ മുൻപിൽ കൈ നീട്ടിക്കൊണ്ട് അതുവഴി പോകരുതേ എന്ന് കേണപേക്ഷിച്ചു. ഇംഗ്ലീഷും ജർമ്മനും കലർന്ന അയാളുടെ ആ മിശ്രഭാഷയിൽ നിന്ന് കക്ഷി എന്തിനേയോ പ്രകടമായും ഭയപ്പെടുന്നതായി ഞാൻ മനസ്സിലാക്കി. ആവർത്തിച്ച് കുരിശു വരച്ചുകൊണ്ട് അയാൾ മനം നൊന്തു പുലമ്പി, ഈശ്വര, ഇന്ന് വാൾപുറുകിയുടെ രാത്രിയാണല്ലോ. അപ്പോഴേക്കും കുതിരകളാകെ അസ്വസ്ഥരാകാനും അമറാനും തുടങ്ങിയിരുന്നു. ആകെ വിളറി വെളുത്ത ജൊഹാൻ ചുറ്റുപാടും ഭയപ്പാടോടെ കണ്ണയച്ചിട്ട് ആദ്യം ജർമ്മനിലും പിന്നീട് പ്രാകൃതമായ ഇംഗ്ലീഷിലും പറഞ്ഞു, അയാളെ മറവ് ചെയ്തത് അവിടെയാണ്, അന്ന് ആത്മഹത്യ ചെയ്തവനെ. ആത്മഹത്യ ചെയ്തവരെ നാൽക്കവലകളിൽ മറവ് ചെയ്യുന്ന പ്രാചീന ആചാരം എനിക്കപ്പോൾ ഓർമ്മ വന്നു. ഓ, അങ്ങനെയാണല്ലേ. ആത്മഹത്യ ചെയ്തവനെ മറവ് ചെയ്ത ഇടം എത്ര രസാവഹമായിരിക്കുന്നു, ഞാൻ പറഞ്ഞു. എന്നാൽ ഈ കുതിരകൾ ഇങ്ങനെ വിറളി പിടിക്കുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല. വളരെ പ്രയാസപ്പെട്ടാണ് ജൊഹാൻ ഒരു വിധത്തിൽ അവയെ ശാന്തരാക്കിയത്. തീർത്തും ഭയചകിതനായി കഴിഞ്ഞിരുന്ന അയാൾ കാതോർത്തുകൊണ്ട് ചിലമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു, അതാ ആ കേൾക്കുന്ന ശബ്ദം ചെന്നായിയുടേതാണെന്ന് തോന്നുന്നുവല്ലോ. എന്നാൽ ഈ സീസണിൽ ഇവിടെ ചെന്നായ്ക്കളെ കാണേണ്ടതുമല്ല. ഓഹോ, ഞാൻ അയാളോട് ചോദിച്ചു, നഗരപ്രാന്തങ്ങളിൽ ചെന്നായ്ക്കളെ കണ്ടിരുന്നത് വളരെ കാലം മുമ്പാണല്ലോ. അതെ, വളരെ കാലം മുൻപ്, വസന്തത്തിലും ഗ്രീഷ്മത്തിലും മാത്രം. മഞ്ഞുകാലം പിറക്കുന്നതോടെ അവ അപ്രത്യക്ഷരാകുകയാണ് പതിവ്. അയാൾ കുതിരകളെ തഴുകി ശാന്തരാക്കുമ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു. സൂര്യപ്രകാശം പാടെ പോയി മറഞ്ഞു. അതോടെ ശീതക്കാറ്റ് വീശിയടിക്കാനും തുടങ്ങി.
ഒരു മുന്നറിയിപ്പ് എന്നോണം ഞൊടിയുടെ നേരമേ ഈ പ്രതിഭാസം നിലനിന്നുള്ളൂ. അനന്തരം സൂര്യൻ പൂർവാധികം ശക്തിയായി പ്രകാശിക്കാൻ തുടങ്ങി. പുരികങ്ങൾക്കു മീതെ കൈവച്ച് ചക്രവാളങ്ങളിലേക്ക് കണ്ണയച്ചിട്ട് ജോഹാൻ പറഞ്ഞു, ശീതക്കൊടുങ്കാറ്റ്, താമസിയാതെ അവൻ വരുന്നുണ്ടാകും. എന്നിട്ട് യാത്ര തുടരേണ്ട സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ അയാൾ ഇരിപ്പിടത്തിലേക്ക് ചാടിക്കയറി കടിഞ്ഞാൺ അയച്ചു കൊടുത്തു. സ്വാഭാവികമായും ഇതെന്നെ ഒട്ടൊന്നുമല്ല വാശി പിടിപ്പിച്ചത്. ഞാൻ വണ്ടിയിൽ കയറാൻ കൂട്ടാക്കിയില്ല. പറയൂ ജോഹാൻ, ആ കാണുന്ന മലമ്പാത എത്തിച്ചേരുന്ന സ്ഥലത്തെക്കുറിച്ച് ദൂരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടു. ഒരു ചുടു നെടുവീർപ്പ് അയച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അയാൾ കുരിശു വരച്ചു. ഒപ്പം ഒരു സ്തോത്രം ഉരുവിടാനും മറന്നില്ല. അത് അവിശുദ്ധമായ സ്ഥലമാണ് സർ, അയാൾ വിക്കി വിക്കി പറഞ്ഞു. അവിശുദ്ധമായ സ്ഥലമോ? എന്തവിശുദ്ധം? പറയൂ, ഞാൻ നിർബന്ധിച്ചു. ആ ഗ്രാമം. ഓഹോ, അപ്പോൾ അവിടെ ഒരു ഗ്രാമമുണ്ടല്ലേ? ഞാൻ തിരക്കി. എന്നല്ല, നൂറ്റാണ്ടുകളായി അവിടെ മനുഷ്യവാസമില്ല. ഈ മറുപടി എൻ്റെ ജിജ്ഞാസയെ തട്ടിയുണർത്തുക തന്നെ ചെയ്തു. അവിടെ ഒരു ഗ്രാമമുണ്ടെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്? അതേ, അവിടെ ഒരു ഗ്രാമം പണ്ടൊരു കാലത്തുണ്ടായിരുന്നു. എവിടെ? പറയൂ വിശദമായി. ജർമ്മനും ഇംഗ്ലീഷും ഇടകലർന്ന തൻ്റെ പരിമിതമായ സങ്കര ഭാഷയിൽ അയാൾ ഒരു നീണ്ട കഥയുടെ കെട്ടഴിക്കുകയാണ് ഉണ്ടായത്. കഥയുടെ വിശദാംശങ്ങൾ എൻ്റെ ഗ്രഹണശക്തിക്കപ്പുറത്തായിരുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരണമടഞ്ഞവരുടെ ശവക്കല്ലറകളാണ് അവിടെയുള്ളതെന്നും ആ കുഴിമാടങ്ങളിൽ നിന്നും കൂടെ കൂടെ അടക്കിയ ശബ്ദങ്ങൾ പുറപ്പെടാറുണ്ടെന്നും ഒരിക്കൽ ഈ കല്ലറകളിൽ ചിലത് തുറന്നപ്പോൾ അവയിലടക്കം ചെയ്തിരുന്ന സ്ത്രീ പുരുഷന്മാരിൽ ജീവചൈതന്യം തുടിക്കുന്നതായും ചിറികളിൽ ചുടുരക്തത്തുള്ളികൾ ഇറ്റി നിൽക്കുന്നതായും കണ്ടെത്തിയെന്നുമാണ് അയാൾ പറയുന്നതെന്ന് ഞാൻ ഏതാണ്ട് മനസ്സിലാക്കി. ഇത് കണ്ട് തദ്ദേശവാസികൾ പ്രാണരക്ഷാർത്ഥം, അതുമാത്രമല്ല സ്വന്തം ആത്മാക്കളുടെ രക്ഷയ്ക്കായി മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. അതെ, ജീവനുള്ളവർക്ക് ജീവിക്കാൻ കഴിയുന്നതും മരിച്ചവർ എന്നേക്കുമായി മൃതിയടഞ്ഞവരുടേതുമായ സ്ഥലങ്ങളിലേക്ക്. ഈ അവസാന വാക്കുകൾ പറയുമ്പോൾ അയാൾ ഭയം കൊണ്ട് വിറകൊള്ളുകയായിരുന്നു. അവസാനം കോപതാപാദികൾ കലർന്ന ശബ്ദത്തിൽ അയാൾ വിളിച്ചുകൂവി, ഇന്ന് വാൾപൊറുകിയുടെ രാത്രിയാണ്. എന്നിട്ട് ഒരു മയവുമില്ലാത്ത ശബ്ദത്തിൽ എന്നോട് വണ്ടിയിൽ കയറാൻ ആംഗ്യം കാണിച്ചു. ഇതെല്ലാം എൻ്റെ ഇംഗ്ലീഷ് രക്തത്തെ ചൊടിപ്പിക്കുകയേ ചെയ്തുള്ളൂ. നിന്നിടത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളാകെ ഭയന്ന് ഉറച്ചിരിക്കുന്നു ജോഹാൻ. ആകയാൽ നിങ്ങളുടെ സമനിലയും കൈമോശം വന്നിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളൂ. ഞാൻ തനിച്ചെത്തിക്കൊള്ളാം. ഏകാന്തതയിലെ ഈ സായാഹ്ന സവാരി എനിക്ക് ഒട്ടേറെ ഗുണം ചെയ്യും. കുതിരവണ്ടിയുടെ വാതിൽ തുറക്കപ്പെട്ടു. ഞാൻ സീറ്റിൽ നിന്ന് എൻ്റെ സന്തത സഹചാരിയായ ഓക്ക് വാക്കിംഗ് സ്റ്റിക്ക് പുറത്തെടുത്തു. എന്നിട്ട് മ്യൂണിക്കിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളൂ. വാൾപുറുകിയുടെ രാത്രിയൊന്നും ഒരു ഇംഗ്ലീഷുകാരനും ബാധകമല്ല. ഇത്രയുമായപ്പോഴേക്കും കുതിരകൾ അനിയന്ത്രിതമാം വണ്ണം വിരണ്ടു കഴിഞ്ഞിരുന്നു. എന്നോട് വിഡിത്തമൊന്നും ചെയ്യരുതേ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ജോഹാൻ കടിഞ്ഞാൻ അയച്ചു കൊടുത്തു. അയാൾ മന്ദഗതിയിൽ കുറച്ചു ദൂരം പോയി. അപ്പോൾ കുന്നിൻ മുകളിൽ നിന്ന് ശോഷിച്ച് ഉയരം കൂടിയ ഒരാൾ ഇറങ്ങി വരുന്നത് കാണാമായിരുന്നു. ആ ആൾരൂപം നടന്നടുത്തതോടെ കുതിരകൾ ശക്തിയായി കുതിരാനും കൊടും ഭീതിയിലെന്നോണം ചിനയ്ക്കാനും തുടങ്ങിയത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ ചെയ്തു. ആവുന്നത്ര ശ്രമിച്ചിട്ടും ജോഹാന് അവയെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അവ നടപ്പാതയിൽ നിന്ന് കുതറി പുറത്തു ചാടി ഭ്രാന്തെടുത്ത വണ്ണം എങ്ങോട്ടുന്നില്ലാതെ പാഞ്ഞു പോവുകയാണുണ്ടായത്. അവ കാഴ്ചയിൽ നിന്നും പൂർണ്ണമായും മറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അപരിചിതനെ തിരക്കി. അത്ഭുതം, ഇതിനകം അയാളും അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. ചിത്തലാഘവത്തോടെ ഞാൻ ഇടറോഡിൽ നിന്ന് ജോഹാൻ വിലക്കിയ താഴ്വരയിലേക്ക് പ്രവേശിച്ചു. ആ അരണ്യഭൂവിൽ ഏതാണ്ട് 2 മണിക്കൂർ നേരം സമയദൂരങ്ങളെക്കുറിച്ചൊരു ആകുല ചിന്തയുമില്ലാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു. അതെ, തീർത്തും മനുഷ്യവാസമില്ലാത്ത വിജനതയുടെ ഘനീഭൂതമായ ഏകാന്തതയിൽ. വിശ്രമിക്കാനായി ഞാൻ ഒരിടത്തിരുന്നു. അതോടെ ചുറ്റും കണ്ണോടിക്കുകയും ചെയ്തു. ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോഴത്തതിനേക്കാൾ തണുപ്പ് എത്രയോ വർദ്ധിച്ചിട്ടുള്ളതായി അനുഭവപ്പെട്ടു. ഒരു നെടുവീർപ്പിൻ്റെ നേരിയ ശബ്ദം എൻ്റെ ചുറ്റും കിടന്ന് മുട്ടിത്തിരിയുന്നതായി തോന്നി. അതെ, ഒരുതരം അടക്കിയ മുരൾച്ച. മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അമ്പരിപ്പിക്കുന്നതായിരുന്നു. വടക്ക് നിന്ന് തെക്കോട്ട് കട്ടിക്കൂടിയ കാർമേഘ കൂട്ടങ്ങൾ ശരവേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആസന്നമായൊരു കൊടുങ്കാറ്റിൻ്റെ സൂചനകൾ അന്തരീക്ഷത്തിൽ പൊടുന്നതിന് രൂപം കൊണ്ടു. ഞാൻ യാത്ര പുനരാരംഭിച്ചു. ഇപ്പോൾ ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ഭൂഭാഗത്തെ പ്രകൃതി ഭംഗി അതീവ ചേതോഹരമായിരുന്നു. ആരണ്യ സൗന്ദര്യം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഉൾനാടൻ പ്രദേശങ്ങളായിരുന്നു അവ.
സമയം കടന്നുപോയിക്കൊണ്ടിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നതിനാൽ സന്ധ്യ കുറുകിയതോടെ എങ്ങനെയാണ് ഇനി തിരിച്ചു പോകുക എന്ന എൻ്റെ ചിന്ത. പകൽ വെളിച്ചം പൂർണ്ണമായും അപ്രത്യക്ഷമായി കഴിഞ്ഞു. തണുത്ത അന്തരീക്ഷവും അതിനു മുകളിൽ സംഹാരശക്തിയോടെ സമാഹൃതമാകുന്ന കരിമേഘങ്ങളും. ഇവയുടെയെല്ലാം സഹയാത്രികനായി ഏതോ ഒരു ദുരൂഹതയിൽ നിന്നോണമെന്നുള്ള ചെന്നായ്ക്കളുടെ ഓരിയിടലും. ഒരു നിമിഷം ഞാൻ ശങ്കിച്ചു നിന്നു. ഗതകാല നൂറ്റാണ്ടുകൾ ഉറങ്ങിക്കിടക്കുന്ന മൃത്യുവിൻ്റെ ഗ്രാമം കാണണമെന്നുള്ള ആഗ്രഹത്താൽ പ്രചോദിതനായി ഞാൻ മുൻപോട്ട് നടന്നു. ചെന്നെത്തിയത് ചുറ്റും കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു ഉൾനാടൻ തുറസ്സിലാണ്. ഇടതൂർന്ന കൂറ്റൻ വൃക്ഷങ്ങളും ലതാനികുഞ്ചങ്ങളും ഒത്തുചേർന്ന് ആ ഭൂഭാഗത്തിന് നൽകിയ അലൗകികമായ പരിവേഷം ആരെയും ഹഠാതാകർഷിക്കാൻ പോകുന്നതായിരുന്നു. ഹൃദയഹാരിയായ ആ കാഴ്ച ആത്മവിസ്മൃതിയോടെ നുകർന്നുകൊണ്ടു നിന്ന് എന്നെ ഒരു ശീതക്കാറ്റ് തട്ടിയുണർത്തി. അതോടെ മഞ്ഞുമഴ പെയ്യാനും തുടങ്ങി. ഞാനൊരു വൃക്ഷച്ചുവട്ടിൽ അഭയസ്ഥാനം കണ്ടെത്തി. ആകാശം ഇരുണ്ടിരുണ്ട് ഒരു തമോഗോളമായി ഭവിച്ചിരുന്നു. അതോടൊപ്പം മഞ്ഞുമഴ പ്രചണ്ഡരൂപം കൈക്കൊള്ളുകയും ചെയ്തു. എൻ്റെ കാൽച്ചുവട്ടിലെ ഭൂതലമെന്നാകെ ഹിമവെണ്മയിൽ ആവൃതമായി. വ്യായാമ സുദൃഢമായ ശരീരമായിരുന്നിട്ടും തണുപ്പ് എൻ്റെ മജ്ജകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുകയായിരുന്നു. ഹിമവർഷത്തിൻ്റെ ശക്തിയും വേഗവും മൂലം കണ്ണുകൾ തുറന്നു പിടിക്കാൻ ഞാൻ നന്നേ പ്രയാസപ്പെട്ടു. അങ്ങ് ആകാശലോകങ്ങളിൽ നിന്നുമുണ്ടായ മിന്നലിൻ്റെ വെളിച്ചത്തിൽ മുന്നിലുള്ള വൃക്ഷലതാദികളുടെ ബൃഹദ് രൂപം എനിക്ക് കാണാൻ കഴിഞ്ഞു. ഹിമവെണ്മയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന രാക്ഷസാകാരമാർന്ന സൈപ്രസ് വൃക്ഷങ്ങളായിരുന്നു അവ. അതോടെ ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ എനിക്ക് ബോധ്യമായി. ഞാൻ ദുർനിമിത്തകാരികളായ സൈപ്രസ് വൃക്ഷങ്ങളുടെ നിബിഡതകൾക്കുള്ളിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഹിമവർഷം നിലച്ചിരുന്നതിനാൽ ഞാൻ മരച്ചുവട്ടിൽ നിന്നും പുറത്തിറങ്ങി കുറെ കൂടി കൂലങ്കഷമായി പരിസര നിരീക്ഷണം നടത്തി. പൊന്തക്കാട് വകഞ്ഞു മാറ്റവേ ഉയരം കുറഞ്ഞ ഒരു ചുറ്റുമതിൽ എൻ്റെ കണ്ണിൽപ്പെട്ടു. അതുവഴി മുന്നേറവേ ഒരു കവാടം എൻ്റെ മുന്നിൽ കാണായി. അപ്പോഴേക്കും മുകളിൽ അലറിത്തിമിർക്കുന്ന കാർമേഘങ്ങൾ ചന്ദ്രനെ മറയ്ക്കുകയാൽ ഞാൻ ഇരുളിലൂടെയാണ് തപ്പിത്തടഞ്ഞു നീങ്ങിയത്. ഇതിനകം കാറ്റ് കുറെ കൂടി ശൈത്യം ആവഹിക്കുകയാൽ നടക്കുമ്പോഴും ഞാൻ കൂച്ചി വിറയ്ക്കുകയായിരുന്നു. എന്നാൽ എവിടെയെങ്കിലും ഒരു അഭയസ്ഥാനം കണ്ടെത്താൻ കഴിയുമെന്ന പ്രത്യാശ എന്നെ മുൻപോട്ട് നയിക്കുക തന്നെ ചെയ്തു. പൊടുന്നേനെ എവിടെയും ഒരു നിശ്ചലത പരന്നു. ബാഹ്യപ്രകൃതിയുടെ ആജ്ഞേയമായ ഈ നിശബ്ദതയോടെ താതാത്മ്യം പെട്ടുകൊണ്ടാകാം എൻ്റെ ഹൃദയമെടുപ്പ് നിലച്ചതായിട്ടാണ് തോന്നിയത്. എന്നാൽ ഇതൊരു നൈമിഷികാനുഭൂതി മാത്രമായിരുന്നു. പെട്ടെന്ന് ഒരു കുത്തൊഴുക്കോടെ നിലാവ് മേഘങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങാൻ തുടങ്ങി. ആ വെട്ടത്തിലൂടെ ഞാൻ കണ്ട കാഴ്ച ആരുടെയും രക്തമുറയ്ക്കാൻ പോകുന്നതായിരുന്നു. അതെ, ഒരു ശ്മശാനുഭൂവിലാണ് ഞാൻ വന്നെത്തിപ്പെട്ടിട്ടുള്ളതെന്ന് ബോധ്യമായി. എനിക്ക് മുൻപിലുള്ള ഹിമവെണ്മയാർന്ന ചതുരവസ്തു ഒരു വെണ്ണക്കൽ കുഴിമാടമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ദീർഘനേരം വേണ്ടി വന്നില്ല. നിലാവിൻ്റെ കുത്തൊഴുക്കോടൊപ്പം ഒരു കൊടുങ്കാറ്റിൻ്റെ ചുടുനെടുവീർപ്പ് കൂടി ചേർന്നപ്പോൾ പരിസരമാകെ പ്രകമ്പനം കൊണ്ടു. അനേകം പട്ടികളിൽ നിന്നോ ചെന്നായ്ക്കളിൽ നിന്നോ പുറപ്പെടുന്നത് പോലുള്ള പതിഞ്ഞതെങ്കിലും നീണ്ടു നിൽക്കുന്ന ഓരിയിടൽ കാതിൽ വന്നു വീഴവേ ഞാൻ നടുങ്ങിപ്പോയെന്ന് പറയേണ്ടതില്ല. വെണ്ണക്കൽ കുഴിമാടത്തിന്മേൽ നിലാവ് പതിക്കവേ ഞാൻ ആ ശിലാഫലകത്തിനടുത്തേക്ക് ചെന്നു. തുടർന്ന് ജർമ്മൻ ഭാഷയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ വായിച്ചു. സ്റ്റിറിയയിലുള്ള ഗ്രാറ്റ്സിലെ ഡോളിംഗർ പൃഥ്വി ഇവിടെ വെച്ച് മരണമടഞ്ഞതായി കാണപ്പെട്ടു. 1801. കുഴിമാടത്തിന് മുകളിൽ വെണ്ണക്കൽ പാളിയിലൂടെ ഒരു മുഴുത്ത ഇരുമ്പ് ദണ്ട് അടിച്ചു കയറ്റിരിക്കുന്നതായി കാണാമായിരുന്നു. പിറകോട്ട് തിരിഞ്ഞ് എനിക്ക് കാണാൻ കഴിഞ്ഞത് റഷ്യൻ ഭാഷയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്: മരിച്ചവർ അതിവേഗം സഞ്ചരിക്കുന്നു. വിചിത്രവും ഭീതിജനകവുമായ ഈ കാഴ്ച കണ്ടയുടനെ ആദ്യമായി എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ വിചാരം ഞാൻ ജൊഹാൻ്റെ ഉപദേശത്തിന് ചെവി കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് വാൾപ്പൊരുകിയുടെ രാത്രിയാണെന്ന ഭീതിദയമായ സത്യം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയതും അതേ നിമിഷം തന്നെയായിരുന്നു. അതെ, വാൾപ്പൊരുകിയുടെ രാത്രി. ശവകല്ലറകൾ തുറന്ന മൃതദേഹങ്ങൾ പുറത്തു വരികയും ഈ ഭൂതലത്തിലൂടെ നടന്നു നീങ്ങുകയും ചെയ്യുമെന്ന് ജനലക്ഷങ്ങളെ വിശ്വസിക്കപ്പെടുന്ന ഭീകരരാത്രി. കരയിലും വെള്ളത്തിലും ദുരാത്മാക്കൾ തിമിർത്തുല്ലസിക്കുന്ന കരാളരാത്രി. ഈ സ്ഥലത്തിൻ്റെ നാമശ്രവണ മാത്രയിലാണ് കുതിരവണ്ടിക്കാരൻ ജൊഹാൻ ഭയം കൊണ്ട് ഞെട്ടിവിറച്ചത്. ഗതകാല നൂറ്റാണ്ടുകൾ ഉറങ്ങിക്കിടക്കുന്ന പ്രേതഭൂമി. അപ്രകാരമുള്ളൊരു പിശാച് ഭൂവിലാണ് ഇതാ ഞാൻ ഏകനായി നിലകൊള്ളുന്നതെന്നോർത്തപ്പോൾ എൻ്റെ ബോധമണ്ഡലം ഭയത്താൽ പിടയുകയായിരുന്നു. മഞ്ഞിൻ്റെ മായികമായ ശവകച്ചയണഞ്ഞ ഈ അരണ്യ പ്രകൃതിയിൽ
ഒരു ശീത കൊടുങ്കാറ്റിൻ്റെ ചിഹ്നം വിളി കൂടി വിലയം കൊള്ളുമ്പോൾ ഞാൻ ഭയം കൊണ്ടും തണുപ്പ് കൊണ്ടും വിറങ്ങലിക്കുകയായിരുന്നു. പഠിച്ചിട്ടുള്ള എല്ലാ ദൈവശാസ്ത്ര വിചാരങ്ങളിലേക്കും മനസ്സിനെ നയിച്ചുകൊണ്ട് സർവ്വവിധ ധൈര്യങ്ങളും സമാഹരിച്ചുകൊണ്ട് നിലത്ത് കുഴഞ്ഞു വീഴാതെ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു. ഈ നിമിഷത്തിൽ തന്നെയാണ് ഒരു ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ആക്രമണമുണ്ടായത്. ആയിരം പന്തയ കുതിരകളുടെ ശക്തിയോടെ അത് ഭൂമിയെ ഒന്നടങ്കം പിടിച്ചുലച്ചു. ഇത്തവണ കൊടുങ്കാറ്റിനോടൊപ്പം വർഷിക്കപ്പെട്ടത് ആലിപ്പഴങ്ങളായിരുന്നില്ല, പിന്നെയോ കൂറ്റൻ മഞ്ഞുകട്ടകൾ തന്നെയായിരുന്നു. കനത്ത ഈ ആലിപ്പഴ പെരുമഴയിൽ സൈപ്രസ് വൃക്ഷങ്ങളുടെ ചില്ലകളും ശിഖരങ്ങളും ഒന്നൊന്നായി അടർന്ന് നിലം പതിച്ചു കൊണ്ടുമിരുന്നു. ഞാൻ കുറെ കൂടി സുരക്ഷിതമായ ഒരു അഭയസ്ഥാനം തേടിയോടവേ കണ്ണിൽപ്പെട്ടത് വെണ്ണക്കൽ കുഴിമാടത്തിന് താഴെയുള്ള ജീർണിച്ച കവാടമാണ്. ആ പടുകൂറ്റൻ ലോഹവാതിലിൽ ചാരി നിന്നപ്പോൾ എനിക്ക് പുറത്തെ കൽമഴയിൽ നിന്ന് ഒട്ടൊരു സംരക്ഷണം ലഭിക്കുകയുണ്ടായി. വാതിലിൽ ഞാനങ്ങനെ ചാരി അമർന്നു നിൽക്കെ അത് പതിയെ അകത്തേക്ക് തുറക്കുന്നതായി അനുഭവപ്പെട്ടു. ഒരു കുഴിമാടം പോലും നൽകുന്ന അഭയം അപ്പോഴത്തെ ദയാരഹിതമായ കൽമഴയേക്കാൾ എത്രയോ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ഞാൻ അകത്തേക്ക് കടക്കാൻ മുതിരവേ ആകാശങ്ങളുടെ അഗാധ ഹൃദങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഒരു മിന്നൽ പിണർ പരിസരങ്ങളെ എനിക്ക് ദൃഷ്ടിഗോചരമാക്കി തന്നു. എന്നെ വിശ്വസിക്കൂ, കുഴിമാടത്തിൻ്റെ ഇരുട്ടറകളിലേക്ക് ഞാൻ നോട്ടമയച്ചപ്പോൾ കണ്ടത് രക്തപ്രസാദത്താൽ തുടുത്ത കവിളുകളും ചെഞ്ചുണ്ടുകളുമായി ഒരു ശവമഞ്ചത്തിൽ ക്ഷയിക്കുന്ന ഒരു അപ്സര സുന്ദരിയെയാണ്. ഈ നിമിഷത്തിൽ അതിവിചിത്രമായൊരു തോന്നൽ എന്നിൽ ഉദയം ചെയ്തു. ഇവിടെ ഞാൻ തനിച്ചല്ല. കുഴിമാടത്തിലേക്ക് ഞാൻ വീണ്ടും കണ്ണയച്ചു. പൊടുന്നതിനെ കണ്ടഞ്ചിപ്പിക്കുന്ന മറ്റൊരു മിന്നൽ കൂടിയുണ്ടായി. അതിൻ്റെ തീക്ഷ്ണ ജ്വാലയിൽപ്പെട്ട് മാർബിൾ തട്ടിൽ തറപ്പിച്ചിരുന്ന ഇരുമ്പ് തണ്ട് ഉരുകിയമർന്നു. അപ്പോൾ തീവ്രവേദന അനുഭവിച്ചുകൊണ്ട് അപ്സരസുന്ദരി ശൈനീയത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതും അവളുടെ നിലവിളിയുടെ ദീനസ്വരം ഇടിവെട്ടിൽ മുങ്ങിപ്പോകുന്നതും ഒരു മൂകസാക്ഷിയുടെ നിസ്സഹായതയോടുകൂടി ഞാൻ നോക്കി നിന്നു. അകലെ മലഞ്ചെരിവുകളിൽ ചെന്നായ്ക്കളുടെ കൂട്ടത്തോടെയുള്ള ഓരിയിടൽ മാറ്റൊലിക്കൊള്ളുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള കുഴിമാടങ്ങളിൽ നിന്നും ഉയർക്കൊണ്ട ദുരാത്മാക്കൾ ഹിമവെണ്മയിലൂടെ കടന്നുവന്ന് എന്നെ വലയം ചെയ്യുന്നത് പോലുള്ള അവ്യക്തമായൊരു കാഴ്ചയാണ് ഞാൻ അവസാനമായി ഓർമ്മിക്കുന്നത്. ക്രമേണ ബോധം മന്ദഗതിയിൽ തിരിച്ചു വരുന്നത് എനിക്ക് അനുഭവവേദ്യമായി. അതോടൊപ്പം ഭീതിദായമായ ഒരു തളർച്ചയും അനുഭവപ്പെട്ടു. കഠിനമായി വേദനിക്കുന്നുണ്ടായിരുന്ന എൻ്റെ കാലുകൾ നിലത്ത് ഉറഞ്ഞു പോയതുപോലുണ്ടായിരുന്നു. അതോടൊപ്പം കടൽ ചുരുക്കിൻ്റെ ആദ്യഘട്ടം എന്നു പോലെയുള്ള ഒരു ആലസ്യമോ തളർച്ചയോ എന്നിൽ ആധിപത്യം പുലർത്തുകയും ചെയ്തു. എന്തിൻ്റെയോ പിടിയിൽ നിന്നും കുതിറിമാറാനുള്ള ശ്രമം ആ അബോധാവസ്ഥയിലും ഞാൻ അറിഞ്ഞു. ഏതൊരു മൃഗത്തിൻ്റെ ശ്വാസോച്ഛ്വാസം പോലുള്ള നേരിയൊരു ശബ്ദം പരിപൂർണമായ നിശബ്ദതയിൽ എൻ്റെ കാതുകളിൽ വന്നലച്ചത് ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. തൊണ്ടക്കുഴിയിൽ ആരോ ഇറുക്കുന്നത് പോലെയാണ് ആദ്യം എനിക്ക് അനുഭവപ്പെട്ടത്. അനന്തരം ആ ഭീകര യാഥാർത്ഥ്യം എൻ്റെ പ്രജ്ഞയിലേക്ക് അരിച്ചിറങ്ങിയപ്പോൾ ഹൃദയം കിടിലം കൊള്ളുകയും സിരകളിലെ രക്തം ഉറഞ്ഞു പോവുകയും ചെയ്തു. ശക്തനായ ഏതൊരു കാട്ടുമൃഗം അള്ളിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിൽ നക്കുകയാണ്. അനങ്ങാൻ ഞാൻ ഭയപ്പെട്ടു. നിശ്ചലനായി കിടക്കാനാണ് ഏതോ ഒരു ജന്മവാസന എന്നെ പ്രേരിപ്പിച്ചത്. നിശ്ചലനായി കിടന്ന ആ വേളയിൽ കൺകോണുകളിലൂടെ ഞാൻ ആ കാഴ്ച കണ്ടു. രാക്ഷസാകാരമാർന്ന ഒരു ചെന്നായിയുടെ ജ്വലിക്കുന്ന 2 കണ്ണുകൾ, ചുവന്ന വായിൽ വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയേറിയ കോമ്പല്ലുകൾ, അതിൻ്റെ ചൂടുള്ള ഉച്ഛ്വാസവായുവിൽ നിന്ന് പുറപ്പെട്ട ദുർഗന്ധം നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറിയപ്പോൾ എൻ്റെ സർവ്വനാഡികളും തളർന്നുപോയി. കുറേ സമയം അങ്ങനെ ഇഴഞ്ഞു നീങ്ങി. പൊടുന്നേനെ പതിഞ്ഞൊരു മുരളലും തുടർന്ന് ആവർത്തിച്ചിട്ടുള്ള പട്ടിക്കുരയും എന്നെ ബോധവാനാക്കി. അനന്തരം അകലങ്ങളിൽ നിന്ന് ഒരു സംഘഗാനം പോലെ വേട്ടപ്പട്ടികളെ തെളിക്കുന്ന ശബ്ദവും എൻ്റെ കാതുകളിൽ വീണു. ഈ ശബ്ദം അടുത്തടുത്ത് വന്നതോടെ ചെന്നായിയുടെ മുരൾച്ച ഉച്ചസ്ഥായിയിലും ശീഘ്രഗതിയിലുമായി തീർന്നു. അതിനിടയിൽ ചുറ്റുപാടുമുണ്ടായിരുന്ന ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു ചുവപ്പ് വെട്ടം അടുത്തടുത്ത് വന്നു. അടുത്ത നിമിഷം ഞാൻ കണ്ടത് ശക്തിയേറിയ ടോർച്ച് ലൈറ്റുകളും പേറിക്കൊണ്ടുള്ള ആശ്വാരൂഢ സൈനികരുടെ ഒരു ചെറു സംഘത്തെയാണ്. ഞൊടിയിടയിൽ ചെന്നായി എൻ്റെ നെഞ്ചത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് സെമിത്തേരിയിലെ നിഗൂഢതയിലേക്ക് വലിഞ്ഞു. അശ്വാരൂഢരിൽ ഒരാൾ തൊപ്പിയും പട്ടാളവേഷവും കണ്ടാണ് അവർ സൈനികരാണെന്ന് ഞാൻ ഉറപ്പിച്ചത്. തൻ്റെ ചെറു തോക്ക് ഉയർത്തി ഉന്നം വയ്ക്കവേ നിമിഷാർദ്ധത്തിനുള്ളിൽ ഒരു സഹപ്രവർത്തകൻ അയാളുടെ കയ്യിന് ഒരു തട്ട് കൊടുക്കുന്നതാണ് കണ്ടത്. അതോടെ വെടിയുണ്ട ലക്ഷ്യം തെറ്റി ഒരു സീൽക്കാരത്തോടെ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ ചീറിപ്പാഞ്ഞുപോയി. അയാൾ ചെന്നായിയെ ലക്ഷ്യം വെച്ചതാകണം. ഇതിനിടയിൽ മറ്റൊരു സൈനികൻ ചെന്നായിയെ കുഴിമാടങ്ങൾക്കിടയിൽ കണ്ടെത്തി. അതോടെ മറ്റൊരു വെടിയും പൊട്ടി. അനന്തരം ഒരു
കുതിപ്പിൽ സൈനികർ മുൻപോട്ട് നീങ്ങി. കുറേ പേർ എൻ്റെ അടുത്തേക്കും കുറേ പേർ ചെന്നായുടെ പുറകിലുമായി. എന്നാൽ സൂത്രശാലിയായ ചെന്നായ സൈനികരെ കബളിപ്പിച്ച് അപ്രത്യക്ഷമാകുക തന്നെ ചെയ്തു. സൈനികർ അടുത്തെത്തിയതോടെയാണ് ഞാൻ സ്വതന്ത്രമായി ഒന്നനങ്ങുകയെങ്കിലും ചെയ്തത്. എന്നാൽ അതീവ ശക്തിഹീനനായിരുന്നു ഞാനപ്പോൾ. ചുറ്റും നടക്കുന്നതെല്ലാം കാണാനും കേൾക്കാനും കഴിഞ്ഞെന്നല്ലാതെ ശരീരത്തിന് ചലനശേഷി എനിക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിരുന്നു. 2-3 സൈനികർ കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി എനിക്കരികിൽ കുനിഞ്ഞിരുന്നു. ഒരാൾ എൻ്റെ തലയുയർത്തി പിടിച്ചിട്ട് തൻ്റെ കൈപ്പടം എൻ്റെ നെഞ്ചിലമർത്തി നെഞ്ചിടിപ്പ് പരിശോധിച്ചു. സുഹൃത്തുക്കളെ, നല്ല വർത്തമാനമാണ് എനിക്ക് നൽകാനുള്ളത്, അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇദ്ദേഹത്തിന് ഇപ്പോഴും നെഞ്ചിടിപ്പുണ്ട്. അനന്തരം അവർ കുറച്ച് ബ്രാൻഡി എൻ്റെ വായിലേക്ക് ഒഴിച്ചു തന്നു. അത്ഭുതകരമായൊരു നവോന്മേഷമാണ് അത് എന്നിൽ പകർന്നത്. അതോടെ എനിക്ക് കണ്ണുകൾ പൂർണ്ണമായും തുറക്കാനും പരിസര നിരീക്ഷണം നടത്താനും കഴിഞ്ഞു. വൃക്ഷനിരകൾക്കിടയിൽ വെളിച്ചവും നിഴലുകളും ആടിക്കളിക്കുന്ന മായിക ദൃശ്യം അപ്പോഴും തുടരുകയായിരുന്നു. ചെന്നായെ തേടി സെമിത്തേരിയിലേക്ക് പോയിരുന്നവർ ഭീതി കലർന്ന അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് പ്രേതബാധിതരെ പോലെ പുറത്തേക്ക് വന്നു. എനിക്ക് ചുറ്റുമുണ്ടായിരുന്നവർ അവരോട് ആകാംക്ഷയോടെ തിരക്കി. ആട്ടെ, നിങ്ങൾ അവനെ കണ്ടെത്തിയോ? ഞൊടിയിടയിൽ മറുപടിയുണ്ടായി. ഇല്ല, വേഗം വരൂ, വേഗം. മനുഷ്യർ നിൽക്കാൻ കൊള്ളാവുന്ന സ്ഥലമല്ലത്, വിശേഷിച്ചും ഈ രാത്രിയിൽ. ഒരു ചെന്നായ, എന്നാൽ വെറും ചെന്നായ അല്ലതാനും, ഒരാൾ നടുക്കത്തോടെ പ്രഖ്യാപിച്ചു. കൈവശം വിശുദ്ധ വെടിയുണ്ടയില്ലാതെ അവനെ കണ്ടെത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല കൂട്ടരെ, മറ്റൊരാൾ വെളിപ്പെടുത്തി. ആട്ടെ, അദ്ദേഹത്തെ നോക്കൂ. ആൾ സുരക്ഷിതൻ തന്നെയോ? അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് നോക്കൂ. ചെന്നായ ഇത്രയും നേരം നെഞ്ചിൽ അമർന്നു കിടന്ന് അദ്ദേഹത്തിൻ്റെ രക്തം ചൂടാക്കുകയായിരുന്നു. സൈനികരിൽ ഓഫീസറായി കാണപ്പെട്ടയാൾ ഉടനടി എൻ്റെ കഴുത്ത് പരിശോധിച്ചിട്ട് എല്ലാവരും കേൾക്കെ പറഞ്ഞു, ഭാഗ്യവശാൽ ഇദ്ദേഹത്തിനൊരു കുഴപ്പവുമില്ല. കഴുത്തിൽ കോമ്പലുകൾ ആഴ്ന്നിറങ്ങിയിട്ടുമില്ല. ഈശ്വര, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ആ ചെന്നായുടെ മുരൾച്ച കേട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ കണ്ടെത്താനേ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തോൾഭാഗത്ത് ഒരു പെറ്റി ഓഫീസറുടെ സ്ഥാനചിഹ്നങ്ങൾ കാണാമായിരുന്നു. അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു, സുഹൃത്തുക്കളെ, വേഗം വരൂ, വേഗം. നമുക്ക് എത്രയും വേഗം ഈ പ്രേതഭൂമി വിട്ടുപോകണം. ഓഫീസർ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. അനന്തരം സാവധാനം എൻ്റെ അടുത്ത് ഒരു കുതിരപ്പുറത്ത് കയറ്റാൻ അദ്ദേഹം അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി. അതിനുശേഷം അദ്ദേഹം എൻ്റെ പുറകിലായി കുതിരപ്പുറത്ത് ചാടിക്കയറി. ഇരു കൈകൾക്കുള്ളിൽ എന്നെ സുരക്ഷിതമായി പരിരംഭണം ചെയ്തുകൊണ്ട് കടിഞ്ഞാൺ അയച്ചു കൊടുത്തു. അങ്ങനെ ദുർനിമിത്തകാരികളായ ശ്മശാന വൃക്ഷങ്ങളുടെ പൈശാചികതയിൽ നിന്നും മുഖം തിരിച്ച് തികച്ചും സൈനികമായ ചിട്ടയോടെ ഞങ്ങൾ അവിടം വിട്ടുപോന്നു. അപ്പോഴും എനിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയിരുന്നില്ല. തീർത്തും പരീക്ഷീണനായിരുന്നതിനാൽ കുതിരസവാരി വേള മുഴുവൻ ഞാൻ ഗാഠനിദ്രയിലായിരുന്നിരിക്കണം. എന്തെന്നാൽ അതിനുശേഷമുള്ള എൻ്റെ ഓർമ്മ ഇരുവശങ്ങളിലും ഓരോ സൈനികനാൽ താങ്ങി ഞാൻ നിവർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ പുലർക്കാലവെട്ടം പരക്കുകയായിരുന്നു. ഉത്തരകോണിലാകട്ടെ ചെഞ്ചായം കലക്കിയതുപോലെ പ്രഭാതരാഗങ്ങൾ പരന്നിട്ടുമുണ്ടായിരുന്നു. തങ്ങൾ ശ്മശാനഭൂവിൽ ഇംഗ്ലീഷുകാരനായ ഒരു സന്ദർശകനെയും അദ്ദേഹത്തിന് കാവൽ നിൽക്കുന്ന ഒരു കൂറ്റൻ പട്ടിയെയും കണ്ടെത്തി എന്നല്ലാതെ മറ്റൊരു വാക്കുപോലും ഉരിയാടി പോകരുതെന്ന് ഓഫീസർ ഭടന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അത് ഞാൻ കേൾക്കുകയും ചെയ്തു. പട്ടിയോ? നേരെ വാ നേരെ പോ, മട്ടുകാരനായ ഒരു സൈനികൻ എടുത്തു ചോദിച്ചു. അത് പട്ടിയായിരുന്നില്ലല്ലോ, ഒരു ചെന്നായിയെ കണ്ടാൽ എനിക്ക് തിരിച്ചറിഞ്ഞുകൂടെന്നോ? ഓഫീസർ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. പട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എൻ്റെ കഴുത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഭടൻ ചോദിച്ചു. ഇത് നോക്കൂ മാസ്റ്റർ, ഇത് കേവലം ഒരു പട്ടിയുടെ ചെയ്തിയാണെന്നാണോ? നൈമിഷിക പ്രേരണയാൽ ഞാൻ കൈ ഉയർത്തി കഴുത്തിൽ തൊട്ടു നോക്കിയതും വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചതും ഒരുമിച്ചായിരുന്നു. സൈനികരെല്ലാവരും എനിക്ക് ചുറ്റും കൂടി എൻ്റെ കഴുത്തിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തി. അതോടെ യുവ ഓഫീസറുടെ വാക്കുകൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പുറത്തു വന്നു. അതൊരു പട്ടിയായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റെന്തെങ്കിലുമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുകയുള്ളൂ. അവിടെ നിന്ന് എന്നെ ഒരു ഭടൻ പുറത്ത് ചുമന്നുകൊണ്ടാണ് ഞങ്ങൾ മ്യൂണിക് നഗരപ്രാന്തത്തിലേക്ക് നീങ്ങിയത്. മാർഗമധ്യേ യാദൃശ്ചികമായി കണ്ടെത്തിയ ഒരു കുതിരവണ്ടിയിലായിരുന്നു എൻ്റെയും യുവ ഓഫീസറുടെയും പിന്നെയുള്ള യാത്ര. ഞങ്ങൾ ഹോട്ടൽ ക്വാർട്ടർ സ്റ്റേഷനിൽ എത്തിച്ചേർന്നയുടൻ മറ്റ് സൈനികരെല്ലാവരും തങ്ങളുടെ ബാരക്കുകളിലേക്ക് മടങ്ങിപ്പോയി. ഞങ്ങൾ മടങ്ങിയെത്തുന്നത് കണ്ട് ഹെർ ഡെൽബ്രക് ദ്രുതഗതിയിൽ ചവിട്ടുപടികളിറങ്ങി വന്നു. അദ്ദേഹം ഇത്രയും നേരം ഞങ്ങളെയും പ്രതീക്ഷിച്ച് ഉത്കണ്ഠാപൂർവം കാത്തു നിൽക്കുകയായിരുന്നുവെന്ന് ആ മുഖഭാവം വ്യക്തമാക്കി. എന്നെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സല്യൂട്ട് ചെയ്തുകൊണ്ട് യുവ ഓഫീസർ എന്നോട് യാത്രാനുമതി ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം മുറിയിലേക്ക് ക്ഷണിക്കുകയാണുണ്ടായത്. മുറിയിലിരുന്ന് മധുരവീഞ്ഞ് നുണയവേ
എൻ്റെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ധീരരായ സഹപ്രവർത്തകരോടും നന്ദി പറഞ്ഞു. താൻ തൻ്റെ കർത്തവ്യം മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂവെന്നും അതിൽ അതീവ സന്തുഷ്ടനാണെന്നുമായിരുന്നു ആ സൈനികോദ്യോഗസ്ഥൻ്റെ മറുപടി. വാസ്തവത്തിൽ ഈ അന്വേഷണമെല്ലാം ഏർപ്പാട് ചെയ്തത് ഹെർ ഡെൽബ്രക്ക് ആയിരുന്നുവെന്ന് വെളിപ്പെടുത്താനും അദ്ദേഹം മറന്നില്ല. അനന്തരം അദ്ദേഹം എന്നോട് വിട പറഞ്ഞു പിരിഞ്ഞു. ഞാൻ ഡെൽബ്രക്കിന് നേരെ മുഖം തിരിച്ച് ചോദിച്ചു, ഡെൽബ്രക്ക്, എന്തെല്ലാമാണ് കേൾക്കുന്നത്? എന്തിനാണ് എന്നെ തിരക്കി നിങ്ങൾ സൈനിക സംഘത്തെ അയച്ചത്? താൻ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ലെന്ന ഭാവത്തിൽ തോൾ കുലുക്കിക്കൊണ്ട് ഡെൽബ്രക്ക് പറഞ്ഞു, ഞാൻ സേവനം ചെയ്തിട്ടുള്ള റെജിമെൻറ്റിലെ കമാൻഡറോട് കുറച്ച് സൈനികരെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഡെൽബ്രക്ക്, ഞാൻ വഴി തെറ്റിപ്പോയെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ തിരക്കി. കുതിരകളില്ലാത്ത വണ്ടിയുമായി ജൊഹാൻ ഇവിടെ വന്നിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം ഒരു സൈനിക സംഘത്തെ അന്വേഷണത്തിനായി തീർച്ചയായും നിങ്ങൾ അയക്കുമായിരുന്നില്ലല്ലോ. താങ്കൾ പറഞ്ഞത് ശരി തന്നെ, ഡെൽബ്രക്ക് സമ്മതിച്ചു. എന്നാൽ കേട്ടുകൊള്ളൂ, കുതിരവണ്ടിക്കാരൻ വരുന്നതിന് മുൻപ് തന്നെ എനിക്ക് താങ്കളുടെ ആതിഥേയൻ്റെ വകയായി ഇങ്ങനെയൊരു കമ്പി സന്ദേശം ലഭിക്കുകയുണ്ടായി. ഡെൽബ്രക്ക് തൻ്റെ കുപ്പായ കീശയിൽ നിന്നും ഒരു കമ്പി സന്ദേശം എടുത്ത് എന്നെ ഏൽപ്പിച്ചു. ഞാനത് ഇപ്രകാരം വായിച്ചു. ബിസ്ട്രിസ്, എൻ്റെ അതിഥിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. അദ്ദേഹത്തിൻ്റെ സുരക്ഷ എനിക്ക് എത്രയും വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ അഥവാ അദ്ദേഹം വഴിതെറ്റിപ്പോവുകയോ ചെയ്താൽ ആളെ കണ്ടെത്താനും സുരക്ഷ ഉറപ്പുവരുത്താനും മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊള്ളണം. ഇംഗ്ലീഷുകാരനാകിയാൽ പുള്ളിക്കാരൻ സ്വാഭാവികമായും സാഹസികനായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. മഞ്ഞുവീഴ്ചയിൽ നിന്നും ചെന്നായ്ക്കളിൽ നിന്നുമുള്ള അപകടങ്ങൾ അവിടെ സാധാരണമാണല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തരുതേ. താങ്കൾക്കുണ്ടാകുന്ന എത്ര ഭാരിച്ച ചെലവും ഞാൻ സസന്തോഷം വഹിച്ചുകൊള്ളാം എന്ന് ഡ്രാക്കുള. കമ്പി സന്ദേശം കയ്യിലിരിക്കെ മുറി എനിക്ക് ചുറ്റും വട്ടം കറങ്ങുന്നത് പോലെയാണ് തോന്നിയത്. ഹെഡ് വെയ്റ്റർ തക്ക സമയത്ത് താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിലത്ത് കുഴഞ്ഞു വീഴുമായിരുന്നു. എല്ലാം അതീവ വിചിത്രമായിട്ടാണ് തോന്നിയത്. അത്യന്തം ഭയാനകവും അതോടൊപ്പം ഭാവനാതീതവുമായ എന്തൊക്കെയോ ദുരൂഹതകൾ. ഭയം കൊണ്ട് ഞാൻ തളരുകയായിരുന്നു. തീർച്ചയായും നിഗൂഢങ്ങളായ ഏതോ രക്ഷാഹസ്തങ്ങളിലായിരുന്നു ഞാനെന്ന് എനിക്കപ്പോൾ ബോധ്യമായി. ശക്തിയായ ഹിമപാതത്തിൽ നിന്നും ചെന്നായിയുടെ മൂർച്ചയേറിയ കോമ്പലുകളിൽ നിന്നും എന്നെ രക്ഷിക്കാനായി ഒരു വിദൂര രാജ്യത്ത് നിന്ന് ഇങ്ങനെയൊരു കമ്പി സന്ദേശം എത്തിയത് ദുരൂഹമല്ലെങ്കിൽ മറ്റെന്താണ്?